ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐസസ് വ്ളോഗ്. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ലോങ് വീഡിയോ ഇടും. അപ്പോൾ ഞങ്ങൾ കസിൻസ് ഫാമിലി ഒന്നായിട്ട് വയനാട്ടിലേക്ക് ട്രിപ്പ് പോട്ടെ. അങ്ങനെ രാവിലെ അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഞങ്ങൾ ബസ് പുറപ്പെട്ടു. അപ്പോൾ എൻ്റെ കസിൻ പാടുന്ന പാട്ട് കേട്ടോളി. அபிராமியே தாராட்டும் சாமியே நான் தானே தெரியுமா சிவகாமியே சிவனில் நீயும் பாதியே நேன் உனக்கு புரியுமா அபிராமி லாலியே லாலி லாலியே சிவகாமி லாலி ഞങ്ങൾ ബസ്സൊന്ന് സൈഡാക്കി ഒരു 5 മിനിറ്റ് അങ്ങനെ അവിടെ നിന്ന് ബസ്സൊക്കെ പുറപ്പെട്ട് ഇതാട്ടോ ഞങ്ങൾ റിസോർട്ടും കാര്യങ്ങളും വരുന്നത്. റിസോർട്ടെല്ലാം ഒരു ക്യാമ്പാണ് സംഭവം. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ടോ അങ്ങനെ ഓരോരുത്തർ അവരുടെ റൂമിലേക്ക് പോകാണ്ട്. ഇതാണ് ഫസ്റ്റ് റൂമും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അവിടെ റൂമിലേക്ക് കയറി കിടക്കണോണ്ട് ഞങ്ങൾ റൂമിൻ്റെ ഉള്ളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് റൂമിലേക്ക് പോയിട്ടോ. ഇതാണ് സെക്കൻഡ് റൂം വരുന്നത്. അവിടെ 3 ബെഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങളെ റൂം. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി അത്യാവശ്യം വലിയ റൂമായിരുന്നു കേട്ടോ ഞങ്ങളത്. ഇതാണ് അവിടുന്ന് പുറത്തേക്ക് കാണുന്ന വ്യൂവും കാര്യങ്ങളൊക്കെ. താഴത്ത് നല്ല വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയാണ് സംഭവം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും മാറ്റി ഫ്രഷായി. ഇതാണ് അവിടുത്തെ വ്യൂ. പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് വയനാട് ദുരന്തം നടന്ന മുണ്ടക്കയിൽ കാണാമെന്ന് അവർ പറഞ്ഞു. പക്ഷേ നല്ല കോടയും കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റില്ല കേട്ടോ. ഇതാണ് സെക്കൻഡ് റൂം വരുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷായി ഞങ്ങളെല്ലാവരും കൂടി പൂളിലേക്ക് പോയിട്ടോ. അങ്ങനെ ഇതാണ് പൂള് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ പൂളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ പൂളത്തെ വൈബും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ചെറിയൊരു ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഗെയിമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പൂളിലൊക്കെ ഇറങ്ങി. അങ്ങനെ രാത്രി ഞങ്ങൾ റൂമിലൊരു ടെൻറ്റ് അവർ സെറ്റാക്കി തന്നെ. അങ്ങനെ മോനൊക്കെ ഉറങ്ങിയപ്പോൾ രാവിലത്തെ വ്യൂ ഒട്ട് ഞങ്ങൾ കാണുന്നത് നല്ല അടിപൊളി കോട കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോരാതെ നല്ല പെരും മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറുതായിട്ടൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റിസോർട്ട് വരുന്നത് കുറച്ചൊരു മലേൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വയനാട് ദുരന്തത്തിൻ്റെ പല ഓർമ്മകളും ഇതൊക്കെ ഞങ്ങൾക്ക് അന്ന് രാത്രി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പലരും പല കാര്യത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോഴും നല്ല രീതിയിൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും റൂമിലേക്ക് പോയി. അങ്ങനെ റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടോ. ഇതാണ് അവിടുത്തെ ഫുള്ള് ആംബിയൻസ് വരുന്നത് കേട്ടോ. ഇതാട്ടോ റിസോർട്ടിലേക്ക് പോണ വഴിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഓഫ് റോഡാട്ടോ. അവിടുത്തെ സ്റ്റാഫും അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാത്തിനും കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത് അവരാട്ടോ. അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ആരെങ്കിലും പോകാൻ താല്പര്യമുള്ളവരൊക്കെ പോകുക. അപ്പോൾ പോയതിൽ അടിപൊളിയായിട്ട് മറക്കാത്തൊരു അനുഭവമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ഫാമിലിയാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തിരിച്ചു വരുമ്പോൾ ഞങ്ങളെല്ലാവരും ബസ്സിൽ നല്ല രീതിയിൽ വിശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ കസിൻസും കാര്യങ്ങളും ഫാമിലി. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും.